ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മഴതോരു മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കൂടി മാർക്കറ്റിൽ പോകാനെങ്കിൽ നിൽക്കുക. ആ സമയത്ത് അലീന ചോദിക്കുകയാണ്, എന്താണ് മാർക്കറ്റിൽ പോകാൻ നിൽക്കുകയാണെന്ന് ചോദിച്ചപ്പോഴേക്കും അതേ കുഞ്ഞെ മാർക്കറ്റിൽ പോകാൻ നിൽക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമൊന്നുമില്ല, പക്ഷേ ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ലിസ്റ്റ് റെഡിയാക്കി, ആ ലിസ്റ്റൊന്നും എനിക്ക് കാണാവോ? മോളെ പോയി വന്ന് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് കണ്ടാൽ പോരെ? അങ്ങനെയാണെങ്കിൽ അത് തന്നെ മതി. എങ്കിൽ പിന്നെ നോക്കി നിൽക്കാതെ വണ്ടി കയറി എൻ്റെ ആൻ്റപ്പൻ ചേട്ടാ. ദേ ആ കടക്കാരനെ ഒരു മാമോദീസയ്ക്ക് പോകാനുള്ള. മാമോദീസോ? ഏത് മാമോദീസ? എവിടുത്തെ മാമോദീസ? അതിന് അയാളുടെ മക്കളെല്ലാം അങ്ങ് ലണ്ടനിലാണല്ലോ. തൻ്റെ അപ്പൻ്റെ അല്ല, ആ കടക്കാരൻ്റെ അപ്പൻ്റെ അമ്മയുടെ വകയിലുള്ള ഒരു കൊച്ചിൻ്റെ മാമോദീസയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെ ഇവർ വണ്ടി കയറി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അലീനയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അപ്പോൾ ഇവരിങ്ങനെ വണ്ടി പോകുന്ന സമയത്ത് ആൻ്റപ്പൻ ചേട്ടാ എന്താണ് ഭാവം? അല്ല ഈ അലീനയുടെ ആ ചോദ്യം പറച്ചിലൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതേ സൂക്ഷിക്കണം, സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടുവേ. കാരണം അലീന നിസ്സാരക്കാരിയല്ല, എന്തോ ചൂഴ്ന്നെടുക്കാനുള്ള പുറപ്പാടിലാണ്, എന്തൊക്കെയോ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. എൻ്റെ ആൻ്റപ്പ ചേട്ടാ എന്ത് വന്നാലും ഏത് വന്നാലും ദേ ഈ പൗലോസിന് ഒരു കുഴപ്പമില്ല. ഞാനേ ചെയ്യേണ്ട രീതിയിലൊക്കെ ചെയ്യും. ഞാൻ ആരെയും പേടിക്കാൻ പോകുന്നില്ല. അവൾ ആരാണ് എന്നെ ചോദ്യം ചെയ്യാനായിട്ട്? കേണൽ സാറിൻ്റെ അവഹിത സന്തതിയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അവളെ എങ്ങനെ കൊണ്ടുവരണമെന്നൊക്കെ എനിക്കറിയാം. അവൾ അവിടെ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് തന്നെ ചെയ്യും. എന്നാലും എൻ്റെ പൗലോസേ ദേ നീയൊന്ന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ പണി പാളും. ഒന്നും സൂക്ഷിക്കാനില്ല. ബൈജു നിനക്ക് പേടിയുണ്ടോടാ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്ത് പേടി? എനിക്കൊരു പേടിയില്ല എൻ്റെ പൗലോസേട്ടാ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലിയെ പള്ളിയിലെ വികാരി വിളിക്കുക. അപ്പോൾ ഹലോ ആരാ എന്താ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സ്റ്റാൻലി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ ഞാൻ സ്റ്റാൻലി തന്നെയാണ്, നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാനേ അഞ്ചലിലെ വികാരിയാണെന്ന് പറയുകയാണ്. അത് ശരി, അപ്പോൾ താങ്കളാണല്ലേ അഞ്ചലിലെ വികാരി? അപ്പോൾ പഴയ വികാരി പോയായിരുന്നോ? പഴയ വികാരി പോയിട്ട് 1 വർഷമായല്ലോ. സ്റ്റാൻലി പള്ളിയിലോട്ടൊന്നും വരാറില്ല അല്ലേ? ദൈവവിചാരങ്ങളെല്ലാം കുറഞ്ഞു പോയോ? ദൈവത്തെ കാണണമെന്നൊന്നും തോന്നാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനും ദൈവവും തമ്മിൽ നല്ല അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. പിന്നെ കൊടുക്കാനുള്ളതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് കൊടുക്കലാണ് പതിവ്. അതിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് എന്നിങ്ങനെ വികാരിയോട് പറയുകയാണ് സ്റ്റാൻലി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി. പക്ഷേ എനിക്കൊരു കാര്യമുണ്ടല്ലോ സ്റ്റാൻലി ഒന്ന് കാണണം, സംസാരിക്കണം. അതിനു വേണ്ടി എനിക്ക് സ്റ്റാൻലി ഇങ്ങോട്ട് വരെ വരാനായിട്ട് പറ്റുമോ? പള്ളിയിൽ വന്നാൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. എനിക്കിപ്പം മനസ്സിലായി അച്ഛൻ എന്തിനാണ് എന്നെ വിളിച്ചതെന്നും എന്ത് കാര്യത്തിനാണ് വിളിച്ചതെന്നും എന്ത് കാര്യം സംസാരിക്കാനാണ് പോകുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ മനസ്സിലാക്കേണ്ട സ്റ്റാൻലിയുടെ ഭാര്യ ഇവിടുത്തെ വലിയ പ്രതിനിധിയാണ് സാറമ്മ. അപ്പോൾ നമുക്ക് അതിൻ്റേതായ രീതിയിൽ കാണണമല്ലോ. കാണാമല്ലോ അച്ഛോ. അച്ഛൻ എന്തൊക്കെയാണ് സംസാരിക്കാനുള്ളതും എനിക്ക് എന്താണ് അതിനുള്ള മറുപടി എന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞാൽ പോരെ? മതി സ്റ്റാൻലി, അത്രയും മതി. അപ്പോൾ പിന്നെ നമുക്കിനി നേരിട്ട് കണ്ട് സംസാരിക്കാം അച്ഛോ. ഓക്കെ, നമുക്ക് നേരിട്ട് കണ്ടിനി സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇവർ മാർക്കറ്റിൽ പോയി വന്നു, സാധനങ്ങളെല്ലാം മേടിച്ചു. ഒരു കുന്ന് സാധനങ്ങളുണ്ട്. കുറച്ച് സാധനങ്ങൾ കൊണ്ട് അടുക്കളയിൽ വെക്കുകയാണ്. അപ്പോൾ അടുക്കളയിൽ വെച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടാ സാധനങ്ങളെല്ലാം മേടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സാധനങ്ങളെല്ലാം മേടിച്ചു മോളെ. അങ്ങനെയാണെങ്കിലേ സാധനങ്ങളൊക്കെ ലിസ്റ്റ് തരണേ. അതിനെന്താ തരാലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ പൗലോസ് അങ്ങോട്ട് പോവുകയാണ്. പൗലോസ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന ആ കവറൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ അതിൽ കുറേ ഉരുളക്കിഴങ്ങും സവാളയും ഉള്ളിയും പരിപ്പും പയറും ഒക്കെ ഉണ്ട്. അതെല്ലാം ഇറക്കി വെച്ചു. നേരെ അലീന നേരെ ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വേറെ കുറേ സാധനങ്ങളെല്ലാം എടാ നീ എന്താടാ സാധനങ്ങൾ നിറക്കുന്നില്ലേ എന്നിങ്ങനെ ബൈജുവിനോട് ചോദിക്കണം. അപ്പോൾ ബൈജു ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പൊന്ന് പൗലോസ് ചേട്ടാ, ഞാൻ സിഗരറ്റ് വലിക്കട്ടെ, അതിനെന്ത് ഇത്ര ധൃതി? ഇതൊന്ന് വലിച്ചു കഴിഞ്ഞിട്ടെടുത്ത് വെച്ചാൽ പോരെ? എടാ മൂദേവിയില്ലേ? ആര്? അലീന. അവള് അടുക്കളയിൽ കയറി ഒരു വരണം. സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. അവൾ എന്നോട് ബില്ല് ചോദിക്കുന്നു, ലിസ്റ്റ് ചോദിക്കുന്നു.
പിന്നെ ഞാനിപ്പോൾ കൊടുക്കും. പൗലോസേട്ടാ, ഇത് പണി പാളോ? എന്ത് പണി പാളാനായിട്ട്? ഒരു പണിയും പാളാനായിട്ട് പോകുന്നില്ല. എനിക്ക് ഒരുത്തിയേയും പേടിയില്ല, പേടിക്കേണ്ട ആവശ്യവും ഇല്ല. ഈ പൗലോസിനെ തോൽപ്പിക്കാനൊന്നും ഇവളൊന്നും വളർന്നിട്ടില്ല. നീ സാധനങ്ങൾ എടുക്കടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ഡിക്കിന്ന് കുറേ സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇതെല്ലാം കൊണ്ട് നിങ്ങോട്ട് വെക്കുക. ഭയങ്കര ഭാരമുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, എല്ലാം കഴിഞ്ഞോ? എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചു കുഞ്ഞെ. അപ്പോഴേക്കും ആൻ്റപ്പം വന്നിട്ട്, എടാ സാധനങ്ങളെല്ലാം വണ്ടിയിൽ നിന്ന് ഇറക്കിയായിരുന്നോ ബൈജു? ഇറക്കി. എങ്കിലേ ആ വണ്ടി ഒന്ന് കൊണ്ട് കഴുകിയിട്. ചിലപ്പോൾ കേണൽ സാറിന് ഈ തോട്ടത്തിൽ പോകണം തോന്നിയാലോ. അപ്പോൾ വൃത്തിയായിട്ട് കിടന്നില്ലെങ്കിൽ കേണൽ സാറിൻ്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കും. അതുകൊണ്ട് നീ അതൊന്ന് വൃത്തിയാക്കിയിട്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയാണെങ്കിൽ, ആൻ്റപ്പൻ ചേട്ടാ വൃത്തിയാക്കിയിടാനായിട്ട് വരട്ടെ, ആ വണ്ടി കൊണ്ട് ഇനിയും പ്രയോജനം ഉണ്ടാകും, ഞാൻ പറഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ടാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് അങ്ങനെ ആവട്ടെ, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പൗലോസിനോട് ചോദിക്കണം, പൗലോസേട്ടാ ഇതെങ്ങനെയാണ്, നമ്മളെങ്ങനെ റെഡി കാശ് കൊടുത്താണോ മേടിക്കുന്നത്, അല്ലെങ്കിൽ പിന്നീടാണോ പൈസ കൊടുക്കുന്നത്? പറ്റുബുക്ക് എഴുതി വെക്കുമോ? എൻ്റെ കുഞ്ഞെ മാസമാസമാണ് പൈസ കൊടുക്കുന്നത്. പറ്റുബുക്ക് എഴുതി വെക്കും. എങ്കിൽ ആ പറ്റുബുക്കൊന്ന് കാണട്ടെ പൗലോസേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ മോളെ പറ്റുബുക്കേ കടയിലാണല്ലോ എന്ന് പറയണം. കടയിലോ? അത് ശരി, പറ്റുബുക്ക് കടയിലാണ്. എങ്കിൽ പിന്നെ ബില്ലൊന്ന് കാണട്ടെ. അയ്യോ, ഇറച്ചി മീനൊക്കെ ആരെങ്കിലും ബില്ല് തരുമോ? എന്നാലൊരു കുറിപ്പടി ഉണ്ടാവുമല്ലോ, ഒരു കണക്കെഴുതി വെക്കണമല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് നീ ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയാ, അത് പൗലോസേട്ടന് തമാശ കേട്ടിട്ട് തമാശ പറയുന്നത് പോലെ അവർക്ക് തോന്നി. എന്താടാ, ഞാൻ തമാശയൊന്നുമല്ല പറഞ്ഞത്, കാര്യമായിട്ടാണ് പറഞ്ഞത്. പൗലോസേട്ടാ, ഡയലോഗെല്ലാം അവിടെ നിൽക്കട്ടെ. പൗലോസേട്ടൻ നമുക്കൊരു പറ്റുബുക്ക് ഉണ്ടാവുമല്ലോ, ആ പറ്റുബുക്ക് ഒന്ന് കാണിച്ചിണ്ടേ എന്ന് പറയുകയാണ്. അങ്ങനെ അത് പിന്നെ മോളെ ഞാനേ പറ്റുബുക്ക് കൊണ്ടുപോകാൻ മറന്നുപോയി. അത് ശരി, പറ്റുബുക്ക് കൊണ്ടുപോകാൻ മറന്നുപോയോ? എങ്കിലോ പറ്റുബുക്ക് ഒന്ന് കാണട്ടെ. അങ്ങനെ പറ്റുബുക്ക് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇന്നത്തെ ലിസ്റ്റിൽ ഒരു സാധനം പോലും ആ പറ്റുബുക്കിൽ എഴുതി വെച്ചിട്ടില്ല. കൊള്ളം പൗലോസേട്ടാ, ഇതിൽ ഒറ്റ സാധനങ്ങൾ പോലും എഴുതി വെച്ചിട്ടില്ല പൗലോസേട്ടാ എന്ന് പറയുകയാണ്. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മോളെ, മറന്നുപോയി. ശരി, എങ്കിൽ പിന്നെ ഞാൻ തന്നെ എഴുതാം. ഇതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ മേടിച്ചെന്നൊക്കെ എനിക്ക് നല്ല ലിസ്റ്റ് തന്നിട്ടേ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ അത് ഈ പഞ്ചസാര എത്രയാ? അത് 5 കിലോ. ഓക്കെ. അങ്ങനെ ഓരോ സാധനത്തിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അരി എത്ര കിലോ? അരി 30 കിലോ എന്ന് പറയുകയാണ്. 30 കിലോയോ? ഈ അരിയോ? വല്യപ്പച്ച, ഈ അരി 30 കിലോ ഉള്ള പോലെ തോന്നുന്നുണ്ടോ വല്യപ്പച്ച? കൂടി വന്ന ഒരു 20 കിലോ ഉള്ളതുപോലെ തോന്നുന്നുള്ളൂ മോളെ എന്ന് പറയുകയാണ്. എന്താ പൗലോസേട്ടാ, ഇത് എത്ര കിലോ ഉണ്ട്? അയ്യോ, ഇത് 20 കിലോ ഉള്ളൂ. അത് ശരി, അപ്പോൾ കുറച്ച് മുമ്പല്ലേ 30 കിലോ ഉണ്ടെന്ന് പറഞ്ഞത്? അതെ, ഇന്നലെ 10 കിലോ മേടിച്ചായിരുന്നു, അതിൻ്റെയും കൂടി കൂട്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ 10 കിലോ മേടിച്ചായിരുന്നോ? അപ്പോൾ 10 കിലോ അരി ഇന്നലെ തന്നെ വെച്ച് തീർത്തോ? അതുകൊണ്ടാണ് ഇന്ന് 20 കിലോ അരി മേടിച്ചത്? അയ്യോ മോളെ, ഇന്നലെ തന്നെ വെച്ച് തീർത്തിട്ടൊന്നും അല്ല. അതേ, ഇന്ന് ഫ്രഷ് അരി കണ്ടായിരുന്നേ, അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് അരി മേടിക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ മേടിച്ചാണ്. എങ്കിലും എൻ്റെ പൗലോസേട്ടനൊരു കാര്യം ചെയ്തേ, ഇന്നലെ മേടിച്ച 10 കിലോ അരിയില്ലേ, അതിങ്ങ് എടുത്തുകൊണ്ട് വന്നേ. അപ്പോൾ ഈ പൗലോസ് ആണെങ്കിൽ ഭയങ്കര പേടിച്ച് നിൽക്കുകയാണ് ഈ അരി എടുക്കാതെ. അപ്പോൾ നമ്മുടെ വല്യപ്പച്ചനാണ് ദേഷ്യം വരികയാണ്. എടാ, കൊച്ചു പറഞ്ഞ കേട്ടില്ലേടാ, പോയി എടുത്തിട്ട് വാടാ. നീ എന്താ മടിച്ചു നിൽക്കുന്നത്? അപ്പോഴേക്കും അലീന, എന്താ 10 കിലോ അരി എൻ്റെ പപ്പ തിന്ന് തീർത്തായിരുന്നോ? നിങ്ങൾ എടുത്തുകൊണ്ട് വാന്ന്. അങ്ങനെ അടുക്കളയിൽ കയറി അവർ അരിയും ഡബ്ബ എടുത്തുകൊണ്ട് വരിക. അതിൽ കുറച്ച് അരിയേ ഉള്ളൂ. അപ്പോൾ അലീനയെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇതാണോ 10 കിലോ അരി? ഇതിൽ 2 കിലോ പോലും തികച്ചില്ലല്ലോ എൻ്റെ പൗലോസേട്ടാ. ബാക്കിയുള്ള അരി എവിടെ? 8 കിലോവും ഇന്നലെ വെച്ച് തീർത്തോ? ഇത് ആരാണപ്പോൾ ഇത് തിന്നത്? ഇത്രയ്ക്കും വലിയ ഭീമസേന ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞപ്പോഴേക്കും, അത് പിന്നെ ഇന്നലെ കള്ളം കയറിയായിരുന്നു, ആരോ അരി മോഷ്ടിച്ചുകൊണ്ട് പോയി. അത് ശരി, അടുക്കളയിൽ കയറി അരി മോഷ്ടിക്കാൻ വേണ്ടി മാത്രം വന്നത് ആരാണപ്പോൾ എന്ന് വല്യപ്പൻ ചോദിക്കുമ്പോൾ, അരിക്കൊമ്പനായിരിക്കും എന്ന് അലീനയും പറയുകയാണ്. എടാ, അങ്ങനൊരു മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ നീ അത് സ്റ്റാലിനെ അറിയിക്കേണ്ടതല്ലേടാ? നീ എന്തുകൊണ്ട് അറിയിച്ചില്ല? അയ്യോ, എൻ്റെ പൊന്നു സാറേ, ഇന്ന് വൈകുന്നേരം അറിയിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണോ? നീ വിചാരിച്ചത് മാത്രമേ ഉള്ളൂ, പക്ഷെ നീ അറിയിച്ചില്ല അല്ലേടാ? നീ ആൾ കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും, അതെ, ഈ കണക്കിനൊക്കെ ഒരു വ്യക്തത വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. അതെ,
ബൈച്ചേട്ടാ, ചേട്ടൻ ഇതെല്ലാം കൊണ്ടേ വീണ്ടും ടിക്കിലേക്ക് കയറ്റി നമുക്ക് കട വരെ ഒന്ന് പോയിട്ട് വരാം. അയ്യോ, എന്തിനാ കുഞ്ഞിപ്പോൾ കട വരെയും പോകുന്നത്? ഞാൻ പറയുന്നതോട് കേട്ടാൽ മതി. അപ്പോഴേക്കും വല്യപ്പച്ചനാണെങ്കിൽ പറഞ്ഞു കേട്ടില്ലേടാ, കൊണ്ടേ വെക്കട സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് സത്യം പറയണമെങ്കിൽ പറയാം, ഇതിലേ വലിയൊരു തട്ടിപ്പ് തന്നെ നടന്നിട്ടുണ്ട്. കടയിലൊക്കെ പോയി ഒന്ന് തൂക്കി നോക്കട്ടെ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയണമല്ലോ. എല്ലാ സാധനങ്ങളും കയറ്റിക്കൊള്ളണം. അങ്ങനെ വീണ്ടും എല്ലാ സാധനങ്ങളും കൊണ്ട് കയറ്റുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിറച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ അലീന വീണ്ടും ഇറങ്ങി വന്നിട്ട് പറയാണ്, പറയാനുള്ള അവസരമാണ്, സത്യം പറഞ്ഞോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പൗലോസ് ആണെങ്കിൽ, ഓ എനിക്കെന്ത് പറയാൻ, എനിക്കൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ലല്ലോ, എങ്കിൽ പിന്നെ വണ്ടിയിലോട്ട് കയറിക്കോ. അങ്ങനെ എല്ലാവരും വണ്ടി കയറാൻ പോകുന്ന സമയത്ത് നമ്മുടെ അലീന, അതെ നിങ്ങളുടെ കയ്യിലുള്ള ഫോണില്ലേ, ആ ഫോൺ എൻ്റെ കയ്യിലേക്ക് തന്നേര്. അത് നിങ്ങളുടെ കയ്യിൽ വെക്കണ്ട. അത് വെക്കുമ്പോൾ നിങ്ങൾക്ക് പലതും ചിന്ത വരും. നിങ്ങൾക്ക് ആരോടെങ്കിലൊക്കെ ഒറ്റ കൊടുക്കാനായിട്ട് തോന്നും. അതുകൊണ്ട് വിശദീകരണമൊന്നും വേണ്ട. ആ ഫോൺ ഇങ്ങോട്ട് തന്നേര്. ഫോൺ കൊടുക്കാൻ എല്ലാവർക്കും മടി. അപ്പോഴേക്കും വല്യപ്പച്ചൻ, എടാ ഫോൺ കൊടുക്കാൻ പറഞ്ഞു കേട്ടില്ലേ, ഫോൺ കൊടുത്തില്ലെങ്കിൽ എൻ്റെ സ്വഭാവം നീ ശരിക്കറിയും, കൊടുക്കടാ ഫോണ്. അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ ഫോൺ കൊടുക്കുക. ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എല്ലാത്തിനും വണ്ടി കയറാൻ ഒരു മടി. എന്താടാ, വണ്ടി കയറടാ അങ്ങോട്ട്. അങ്ങനെ വണ്ടിയിലേക്ക് കയറുക. അപ്പോൾ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്ക് ഇപ്പോഴും ഗേറ്റ് കിടന്നിട്ടില്ല. ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് തന്നെ സത്യം പറയണമെങ്കിൽ പറഞ്ഞോ, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നാണം കെടുവേ. അപ്പോൾ ആർക്കും സത്യം പറയാനായിട്ട് തയ്യാറല്ല. അപ്പോൾ നമ്മൾ വല്യപ്പച്ചൻ പറയണം, നീ ഒന്നും നോക്കണ്ട മോളെ, നീ നേരെ കടയിലേക്ക് വിട്. ഇവരുടെ കടപ്പ് അവിടെ വെച്ച് തന്നെ നമുക്ക് തുറപ്പിക്കാം. ഇനി അങ്ങോട്ട് ചോദ്യം പറിച്ചിലൊന്നുമില്ല. അങ്ങനെ അലീനയും രണ്ടും കൽപ്പിച്ച്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.